ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുക എന്നുള്ളത്. അത് പെട്ടെന്ന് തോന്നുന്ന ആഗ്രഹമല്ല, കുറേ കാലങ്ങളായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹമാണ്. ഈ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ച പിള്ളേർക്ക് അറിയാൻ പറ്റും, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഗ്രാമറോ എന്ത് കാര്യമായാലും ടീച്ചേഴ്സ് പറഞ്ഞു കണ്ടിട്ട് ഫുൾ അവർ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്കൊട്ട് മനസ്സിലാവില്ല. അപ്പോൾ അവർ നമ്മളോട് പറയും ഇനി ഇതൊക്കെ വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മളും വിചാരിക്കും ശരിയാണെന്ന്. ഇനി വലിയ ക്ലാസ്സിലെത്തിയാലല്ലേ പൂരം. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഇത് വീണ്ടും എടുത്തുതരാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ സ്വന്തമായി പഠിക്കണം എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ബ്ലിങ്കസ്യ ഭാവത്തിലിരിക്കുക. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സൊന്നും പറഞ്ഞു തരാനില്ല. ഒരൊറ്റ ടിപ്പേ ഉള്ളൂ, നമ്മൾ നന്നായി സംസാരിക്കുക. നന്നായി ഇംഗ്ലീഷിൽ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അതിനെ ഫ്ലുവൻ്റ് ആക്കുക എന്നുള്ള ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പോൾ മലയാളം നമുക്ക് അതിൻ്റെ ഗ്രാമറും എല്ലാം പറഞ്ഞു തന്നിട്ടല്ലോ നമ്മൾ മലയാളം പറയാൻ പഠിച്ചത്. നമ്മൾ കേട്ട് കേട്ട് പഠിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. നമ്മൾ കേൾക്കുക, അതുപോലെ വായിക്കുക, അങ്ങനെ മെല്ലെ മെല്ലെ പറയാനും തുടങ്ങുക. അങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. ആ ഒരൊറ്റ ടിപ്പേ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാനുള്ളൂ. പിന്നെ അടുത്തത്, നമ്മളിനി നന്നായി സംസാരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിന് നല്ല ബെസ്റ്റായിട്ട് 2 ടിപ്സ് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. അതിനിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊന്നും വേണ്ട, 3 ആളായാലും മതി, 5 ആളായാലും മതി. ഡെയിലി നിങ്ങൾ ഓരോ ടാസ്ക് ഇടുക. 3 ആളാണെങ്കിൽ ഓരോരുത്തരും ഓരോ ദിവസം വെച്ച് ഓരോ ടാസ്ക് ഇടുക. അങ്ങനെ നമ്മൾ ആ ടാസ്ക് എന്താണോ, അത് ചിലപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആവാം, നമ്മുടെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിനെ കുറിച്ച് പറയലാവാം. അതെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒരുപാട് കാര്യങ്ങളിൽ തെറ്റ് വരും, എങ്കിലും നമ്മൾ കുറേശ്ശെ ബിൽഡപ്പാക്കി കൊണ്ടുവരാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം നമ്മൾ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നന്നായി എഴുതാനറിയാം, നന്നായി വായിക്കാനും അറിയും. പക്ഷെ അത് നമ്മൾ പറയുമ്പോഴാണ് കിട്ടാത്തതെന്ന് എല്ലാവരും കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുണ്ട്. നമ്മളൊരു 10 ദിവസം വെറും ഡേ ഇൻ മൈ ലൈഫ് മാത്രം എഴുതിയാൽ മതി. ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ, കിടക്കുന്നത് വരെ എന്തുണ്ടായി എന്നുള്ളത്. 11ാമത്തെ ദിവസം വളരെ എക്സലൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. 100% ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.